ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഡിഗ്രി പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, KAS പോലെയുള്ള ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു. ക്വസ്റ്റ്യൻ നമ്പർ 3. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായി പൊരുത്തപ്പെടുന്നവ: ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടി അമ്മ, ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി, ക്ഷേത്രപ്രവേശന പരിപാടി, PM കമലാവതി. ക്വസ്റ്റ്യൻ നമ്പർ 4. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 6. ദസാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അക്ബർ. ക്വസ്റ്റ്യൻ നമ്പർ 7. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 9. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 10. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 11. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ പ്രസ്താവനകൾ: അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്ന് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതും ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 12. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. പെരിയാർ നദിയുടെ പോഷക നദികൾ മംഗലപ്പുഴ, ഇടമലയാർ. ക്വസ്റ്റ്യൻ നമ്പർ 13. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ്, കുമോൺ ഹിമാലയം സത്ലജ് ടു കാളി, നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്ത, ആസാം ഹിമാലയം ടീസ്ത ടു ബ്രഹ്മപുത്ര. ക്വസ്റ്റ്യൻ നമ്പർ 14. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ മർദ്ദവ്യത്യാസങ്ങൾ, കൊറിയോലിസ് എഫക്റ്റ്, ഹർഷണം. ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനകൾ: തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ക്വസ്റ്റ്യൻ നമ്പർ 17. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNPയുടെ വിപണന വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി രൂപ 4800 കോടി. നമ്പർ 18. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? മേൽപ്പറഞ്ഞവയിൽ ശരിയേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ, CRR ആൻഡ് SLR, തുറന്ന വിപണി പദ്ധതികൾ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ കാലക്രമ പട്ടിക ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 3, 2, 4, 1. കാർഷിക വികസനം, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. ക്വസ്റ്റ്യൻ നമ്പർ 20. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ R. മിൽഗ്രാമും റോബർട്ട് B. വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്ക് ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും. ക്വസ്റ്റ്യൻ നമ്പർ 21. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എപ്പിക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 23. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. അധികാര വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്, ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആമുഖം. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹിന്ദി. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരം ഉള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം.
ശരിയായ പ്രസ്താവന വായിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 28. മൗലിക അവകാശങ്ങൾ എന്നാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. ക്വസ്റ്റ്യൻ നമ്പർ 29. ലോകപാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 74-ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 31 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് KT തോമസ്. ക്വസ്റ്റ്യൻ നമ്പർ 33 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മുടിയേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 35. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശങ്ങളിൽ പെടാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശങ്ങളിൽ പെടുന്നവയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കാനുള്ള അവകാശം, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 36. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി താജ്മഹൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. ശരിയായ പ്രസ്താവന കോവാക്സിൻ COVID-19-നെതിരെ നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. മണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്. ക്വസ്റ്റ്യൻ നമ്പർ 39. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആനന്ദ് നീലകണ്ഠൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. ആരാണ് വള സമുദായ പരിഷ്കാരണ സഭ ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. ക്വസ്റ്റ്യൻ നമ്പർ 42. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആദ്യം വരുന്നവർക്ക് ആദ്യ സേവനം നൽകുക. ക്വസ്റ്റ്യൻ നമ്പർ 43. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റാർ. ക്വസ്റ്റ്യൻ നമ്പർ 44. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഫ്ലോ ചാർട്ട് ഒരുതരം ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 46. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1969. ക്വസ്റ്റ്യൻ നമ്പർ 47. ലോക ജലദിനം എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മാർച്ച് 22. ക്വസ്റ്റ്യൻ നമ്പർ 48. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 49 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. റേബീസ്, കോളറ, ആന്ത്രാക്സ്. ഇനി 51 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ. 51C, 52B, 53A, 54D, 55C, 56D, 57A, 58 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 59B, 60B, 61D, 62C, 63 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്.
64C, 65B, 66C, 67A, 68D, 69B, 70C. Number 71. Write the synonym of akin. Correct answer option C, similar. Question number 72. I don't know if he is coming. Here if is used to. Correct answer option D, to express a doubt. Question number 73. The house is so dirty, I really must clean it. What is the use of the modal auxiliary? Correct answer option A, to express obligation. Question number 74. He dashed a large bill at the shopping center yesterday. Choose the correct phrasal verb. Correct answer option C, ran up. Question number 75. Dash war never solves anything. Choose the right determiner. Correct answer option C, A. Question number 76. The rain will arrive at the station at dash 6:15 p.m. Choose the right adverb. Correct answer option C, exactly. Question number 77. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off in the above sentence most appropriately? Correct answer option D, to make someone fall down suddenly. Number 78. They can't decide dash to travel north dash south. Use the right connective. Correct answer option C, whether or. Question number 79. Rearrange the jumbled sentences in a logical manner. Correct answer option B, 3214. We are going on a holiday to the seacoast. My mom says that we must pack soon. I must remember to pack a holiday book. I am really looking forward to it. Question number 80. A. The ball hit me straight in the dash. B. I tried to thread the cotton through the dash of the needle. Choose the right word to fit both sentences. Correct answer option C, I. Question number 81. Great oaks from the little acorns grow. What is the meaning of this proverb? Correct answer option B, all great things start small. Question number 82. He is a dash of the old block. Complete the figurative expression. Correct answer option D, chip. Question number 83. In order to travel, you need a passport dash you might need a visa, immunization jabs and fulfill quarantine conditions. Complete the sentence using the most appropriate connective. Correct answer option A, in addition. Question number 84. I have seen her dash times this year, but not very often. Complete the sentence using the right. Correct answer option C, a few. Question number 85. When I got to the hospital, she dash in the waiting room. Choose the correct tense form. Correct answer option C, was sitting. Question number 86. I will wait until I dash him. Choose the correct tense form. Correct answer option A, C. Question number 87. I waited dash 9 o'clock and then went home. Choose the right preposition. Correct answer option D, until. Question number 88. You have to take an exam dash the course. Choose the right option. Correct answer option B, to pass. Question number 89. My daughter is quite shy dash she is an aggressive player in the badminton court. Choose the correct adverb. Correct answer option D, however. Question number 90. Identify the correct spelling. Correct answer option A, colloquial. Spelling നോക്കി വെച്ചോണേ. Question number 91. ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അവധൂതൻ. ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 92 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇൻ അക്കോർഡൻസ് വിത്ത്, ഉചിതമായ മലയാള പരിഭാഷ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അതനുസരിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 94. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ പി, ഗൗരവം. ക്വസ്റ്റ്യൻ നമ്പർ 95. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, വമ്രി.
ക്വസ്റ്റ്യൻ നമ്പർ 96 വിപരീത പദം എഴുതുക. രസം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നീരസം. ക്വസ്റ്റ്യൻ നമ്പർ 97 അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇലയിട്ട് ചവിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 98 യാചകൻ എതിർലിംഗം എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യാചകി. ക്വസ്റ്റ്യൻ നമ്പർ 99 സലിംഗ ബഹുവചനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിടുക്കന്മാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. ഇന്നീ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇ പ്ലസ് നീ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്